ഒരു ചേട്ടൻ ബോംബെയിൽ നിന്ന് ഒരു പയ്യനെയും കൊണ്ട് വന്നു. പയ്യനിവിടെ തൃശ്ശൂരുള്ളതാണ്. അപ്പോൾ ബോംബെയിൽ ഈ ചേട്ടൻ പോയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞായറാഴ്ച ദിവസം കട തുറന്ന് ഇങ്ങനെ കച്ചവടം നടത്തും. കുർബാനയ്ക്ക് പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. ക്രിസ്ത്യാനിക്ക് എന്താണെന്ന് വെച്ചാൽ കച്ചവടത്തിന് ആരെങ്കിലും വന്നാൽ മാക്സിമം അത് വിറ്റ് കൊടുക്കാമെന്നാണ് അവർ പറയുന്നൊരു കാര്യം. എന്താണെന്നാൽ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പം മകൻ അശ്വിനി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ 10 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കില്ല. അവർ പറഞ്ഞു ഇതിന് രോഗമൊന്നുമല്ല, നിങ്ങൾ ഏതെങ്കിലും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഒരാളെ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ട് വൈകിട്ടുള്ള ശുശ്രൂഷ ഞാൻ കണ്ട് അവനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചിനെയല്ല കാണാൻ താല്പര്യം, ചേട്ടനെ കാണാൻ താല്പര്യം. കൊച്ചുങ്ങളുടെ അസുഖം വന്നാൽ അത് എവിടെ നോക്കണമെന്ന് വെച്ചാൽ അത് തലമുറയിലേക്ക് നോക്കണം. അപ്പോൾ ഈ ചേട്ടനായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞായറാഴ്ച എന്ത് ഞായറാഴ്ച വെച്ചാൽ കച്ചവടത്തിന് ഞായറാഴ്ചയുണ്ടോ? ഞായറാഴ്ച അപ്പോൾ ഞാൻ ചോദിച്ചു വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചാൽ അതെന്ത് ബോംബെയിലിപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടോ ശനിയാഴ്ച ഉണ്ടോ എല്ലാം ഒരേ ദിവസമാണ്. കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് സംസാരിച്ചു. എന്തുണ്ടായെന്ന് വെച്ചാൽ 10 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത പയ്യൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ തൊട്ടടുത്തുള്ളൊരു കപിലവസ്തു ഹോട്ടലിൽ കയറി അവർ ഭക്ഷണം കഴിച്ചു. 9:30-10 മണിയായപ്പോൾ ഇവിടുന്ന് പോയി. അവനൊരു പ്രശ്നമുണ്ട്. പിറ്റേ ദിവസം തൊട്ട് വീണ്ടും ഈ പയ്യന് ഭക്ഷണം വേണ്ട. ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ഒരു 5 ദിവസത്തെ ധ്യാനം കൊടുക്കുക. ബൈബിൾ വായിപ്പിച്ചുള്ള ഒരു ധ്യാനം ഉണ്ടായിരുന്നു 3 ദിവസം കൂടുന്ന. 3-ാമത്തെ ദിവസത്തെ കുമ്പസാരം. വീട്ടിൽ ആസ്പത്രിയിൽ നിന്ന് മനെ വീട്ടിലോട്ട് വീട്ടിൽ ബെഡിൽ കിടക്കുക. 3-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ഈ മനുഷ്യൻ കുമ്പസാരിക്കുന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ തളർന്ന് കിടക്കുന്ന തൻ്റെ മകൻ എഴുന്നേറ്റ് അമ്മയോട് ചോദിച്ചു, അമ്മേ എന്തൊക്കെയാണ് ചന്തയിൽ പോയി വാങ്ങേണ്ടത്, ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ വാഹനത്തിൻ്റെ കീ മേടിച്ചു, ലിസ്റ്റ് മേടിച്ച് 3 മണി കഴിഞ്ഞപ്പോൾ ഈ കുമ്പസാരം കഴിയാറായപ്പോൾ ഈ പയ്യൻ ചന്തയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയി. ഈ മനുഷ്യന് അത്ഭുതം തോന്നി. ഈ മനുഷ്യൻ ഒന്ന് തുറന്നു കുമ്പസാരിച്ചപ്പോൾ ആത്മാവ് എവിടേക്ക് വന്നു? വീട്ടിൽ കിടക്കുന്ന രോഗിയായ മൂത്ത മകൻ രോഗമൂലം അവനൊരു 10-22 വയസ്സുണ്ട്. 22 വയസ്സായ മകൻ അതുകൊണ്ടാണ് വചനം എന്ന് പറയുന്നത് അത് സജീവമാണ്, രണ്ടാമത് ഊർജ്ജസ്വലമാണ്, മൂന്നാമത് പറയുന്നതാണ് ഇപ്പോഴാണ് ഇരുതല വാളിനേക്കാളും ഇരുതല വാള് കഷ്ടമുള്ളതാണ്. ഇവിടെ പറയാണ് വചനം പറയാണ് ഇരുതല വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അല്ലേ?